ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചാണ്. അപ്പോൾ തിരുവിതാംകൂർ എങ്ങനെ ഫോം ചെയ്തു എന്നത് ഫസ്റ്റ് പഠിക്കാം. തെക്കേ ഇന്ത്യയിലെ 3 പ്രബല ശക്തികളായിരുന്നു ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും. AD 800 കുലശേഖരവർമ്മയുടെ നേതൃത്വത്തിൽ ചേരന്മാർ ശക്തി സ്ഥാപിച്ചിരുന്നു. 1100 അവരുടെ ശക്തി ക്ഷയിച്ചപ്പോൾ വേണാട് ഒരു സ്വതന്ത്ര രാജ്യമായി. ഈ വേണാടും ബാക്കിയുള്ള ചെറിയ പ്രദേശങ്ങളൊക്കെ ചേർന്നിട്ടാണ് തിരുവിതാംകൂർ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നമുക്ക് തിരുവിതാംകൂറിലെ മറ്റു രാജാക്കന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം 1729 മുതൽ 1758 വരെ ഭരിച്ചു. ദെൻ കാർത്തിക തിരുനാൾ ധർമ്മരാജ 1758 മുതൽ 1798 വരെ ഭരിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം. 40 വർഷങ്ങൾ ഭരിച്ച് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന രാജാവാണ് കാർത്തിക തിരുനാൾ ധർമ്മരാജ. ദെൻ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1811 വരെ ഭരിച്ചു. ആയിരം തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് 1811 മുതൽ 1815 വരെ. ഗൗരി പാർവതിബായ് 1815 മുതൽ 1829 വരെ. സ്വാതി തിരുനാൾ രാമവർമ്മ 1829 മുതൽ 1947 വരെ. ഉത്തരവ് തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 ടു 1860. ആയിരം തിരുനാൾ രാമവർമ്മ 1860 ടു 1880. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ 1885 ടു 1924. പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ് 1924 ടു 1931. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1931 ടു 1949. അമ്മാവനായ രാമവർമ്മ തൻ്റെ പിൻഗാമിയായി 1729 മാർത്താണ്ഡവർമ്മയെ അദ്ദേഹത്തിൻ്റെ 23ാമത്തെ വയസ്സിൽ സെലക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഈ കിരീടം ലഭിച്ചത് രാമവർമ്മയുടെ മക്കളായ തമ്പിമാർക്ക് ഒട്ടും ദഹിച്ചിരുന്നില്ല. ഈ തമ്പിമാരും അവിടെയുള്ള പ്രബല വിഭാഗമായ പിള്ളമാരുടെയും പോറ്റിമാരുടെയും സഹായത്തോടുകൂടെ മാർത്താണ്ഡവർമ്മയ്ക്ക് എപ്പോഴും ശല്യം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ തമ്പിമാരെയും പോറ്റിമാരെയും പിള്ളമാരെയെല്ലാം ശിക്ഷിക്കാൻ തീരുമാനിച്ചു. തമ്പിമാരെ 1730 നാഗർകോവിൽ വെച്ചിട്ട് കൊല ചെയ്തു. പിന്നെ പിള്ളമാരെയും പോറ്റിമാരെയും എല്ലാം കുറേ പേരെ വധിച്ചിട്ടുണ്ട്. ബ്രാഹ്മണന്മാരല്ലാത്തവരെയെല്ലാം വധിച്ചു. ബ്രാഹ്മണന്മാർ നെറ്റിയിൽ നായയുടെ രൂപം വരച്ച് നാടി കടത്തിയിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണന്മാരുടെ എതിരഭിപ്രായം ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം ബ്രാഹ്മണന്മാരിൽ നിന്നും ഒരു പയ്യനെ സെലക്ട് ചെയ്ത് ദളവയാക്കി. അദ്ദേഹമാണ് രാമയൻ ദളവ. അപ്പോൾ ചേരയുടെയും ഇരുമ്പിൻ്റെയും നയം സ്വീകരിച്ചാണ് അദ്ദേഹം അധികാരം നിലനിർത്തിയത്. തിരുവിതാംകൂർ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അദ്ദേഹം ആറ്റിങ്ങൽ ദേശവഴിയുടെ നിയന്ത്രണം നേരിട്ട് ഏറ്റെടുത്തു. പിന്നെ കൊല്ലം, ഇളയടത്ത് സ്വരൂപം, ഇന്നത്തെ കൊട്ടാരക്കര, കായംകുളം, അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ അങ്ങനെ തുടങ്ങിയ കുറേ രാജ്യങ്ങൾ പിടിച്ചടക്കി. തിരുവിതാംകൂറിൻ്റെ ആദ്യ തലസ്ഥാനം കൽക്കുളം അഥവാ പത്മനാഭപുരമാണ്. പിന്നെ അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം പറയാനുള്ളത് 1741 ഓഗസ്റ്റ് 10 കൊളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ നിശേഷം തോൽപ്പിച്ചു. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരം പ്രധാനമായും എടുത്തു പറയേണ്ടത് പൊന്മന, പുത്തനണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ട് ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതുമൂലം കൃഷി അഭിവൃദ്ധിപ്പെടുത്തി. നിലങ്ങളേത്, പുരയിടങ്ങളേത്, കണ്ടങ്ങളേത് അങ്ങനെ സ്ഥലങ്ങളെ വെവ്വേറെയായിട്ട് തരംതിരിച്ചു. വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിക്കുന്ന സമ്പ്രദായം നടത്തിയത് അദ്ദേഹമാണ്. അതില്ലാതെ ഒരു പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന ഒരാൾ പ്രത്യേക തസ്തികയിൽ നിർമ്മിച്ച് നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ തീരുമാനിച്ചു. അതായത് സർവേ എന്ന് പറയാം. വാർഷിക ബജറ്റ് തയ്യാറാക്കുന്ന രീതി, അതേപോലെ സർവേ നടത്തി ഭൂമി തരംതിരിച്ച് നികുതി നിശ്ചയിക്കുന്ന രീതി എന്നൊക്കെ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്കെന്ന വാർഷിക ബജറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതിലത് ശ്രീ പത്മനാഭ വിഗ്രഹം പുനർനിർമ്മിച്ചു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മുറജപവും ആരംഭിച്ചു. ഭദ്രദീപം എന്ന് പറഞ്ഞാൽ വർഷത്തെ 2 പ്രാവശ്യം നടത്തുന്ന 7 ദിവസം നീളുന്ന ചടങ്ങാണ് ഭദ്രദീപം. 6 വർഷം കൂടുമ്പോഴാണ് മുറജപം നടത്തുക. അപ്പോൾ ഭരണപരിഷ്കാരങ്ങളിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ടത് പൊന്മന, പുത്തനണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. ഇതുമൂലം ജലസേചന സൗകര്യം വളരെയധികം ഉണ്ടായി. കൃഷി വികസിച്ചു. രണ്ടാമത്തത് പത്മനാഭപുരം കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം തുടങ്ങിയവ പുനർനിർമ്മിച്ചു. പിന്നെ പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന ഒരാൾ പ്രത്യേക തസ്തികയിൽ നിർമ്മിച്ച് നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ തീരുമാനിച്ചു. വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ തരംതിരിച്ചു. വ്യാപാര വിഭാഗത്തിൻ്റെ ആസ്ഥാനം മാവേലിക്കരയാക്കി.
മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച തിരുവിതാംകൂർ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീല എന്നാണ്. എന്താണ്? മുളക് മടിശീല. ഇവിടെ ജസ്റ്റ് എഴുതുന്നുണ്ട്, മുളക് മടിശീല. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച തിരുവിതാംകൂർ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീല എന്നാണ്. ഈ വകുപ്പിൻ്റെ നിയന്ത്രണം ദളവന്മാർക്കായിരുന്നു. വാർഷിക ബജറ്റ് തയ്യാറാക്കി അതിനെന്താ പറയുക, പതിവ് കണക്കാണ് പറയുന്നത്. ശ്രീ പത്മനാഭ വിഗ്രഹം പുനർനിർമ്മിച്ചു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മൊറദ് ജപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ വ്യാപാര സ്ഥാനം മാവേലിക്കരയാണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് മുളക് മടിശീല എന്നാണ് തിരുവിതാംകൂർ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത്. ഇനി രാജസദസ്. മാർത്താണ്ഡവർമ്മയുടെ ദളവ രാമയ്യൻ ദളവയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രാഹ്മണന്മാരുടെ എതിർപ്പില്ലാതാക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെ നിയമിച്ചാണ് രാമയ്യൻ ദളവ. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ച കവികളാണ്. ആരൊക്കെയാണ്? രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാറും. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ എന്നാണ്. പ്രധാന ഉടമ്പടികൾ. മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് അല്ലെങ്കിൽ ആറ്റിങ്ങൽ പിടിച്ചെടുത്തത് 1730-ലാണ്. അതേപോലെ മാർത്താണ്ഡവർമ്മയാണ് ഒരു പാശ്ചാത്യ ശക്തിക്കെതിരെ ജയിച്ചത്. യുദ്ധത്തിൽ ജയിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവ്. 1741 ഓഗസ്റ്റ് 10-ലായിരുന്നു അത്. അദ്ദേഹം ഡച്ചുകാരെയാണ് തോൽപ്പിച്ചത്. 1742 കിളിമാനൂരും 1754 അമ്പലപ്പുഴയും പിടിച്ചടക്കി. 1746 കായംകുളത്തെ പിടിച്ചടക്കി. ആ യുദ്ധമാണ് പുറക്കാട്ട് യുദ്ധം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് തൃപ്പടിദാനം. അതായത് 1750 ജനുവരി 3-ന് ശ്രീ പത്മനാഭന് സർവ്വദാനമായിട്ട് അദ്ദേഹം വെട്ടിപ്പിടിച്ച വിസ്തൃതമാക്കിയ തിരുവിതാംകൂർ സമർപ്പിച്ചു. അന്നു മുതൽ അദ്ദേഹവും പിൻഗാമികളും പത്മനാഭദാസന്മാർ എന്ന നിലയിൽ രാജ്യഭരണം നടത്തുമെന്നായിരുന്നു ഈ സമർപ്പണത്തിൻ്റെ അർത്ഥം. ഇതിനെ തൃപ്പടിദാനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തൃപ്പടിദാനം പറഞ്ഞാൽ 1750 ജനുവരി 3-ന് മാർത്താണ്ഡവർമ്മ അദ്ദേഹം പിടിച്ചടക്കിയ രാജ്യങ്ങളെയെല്ലാം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച് പത്മനാഭദാസന്മാർ എന്ന നിലയിൽ ഈ രാജ്യങ്ങളെല്ലാം ഭരിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു സമർപ്പണമാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മ, അദ്ദേഹം കാർത്തിക തിരുനാൾ ധർമ്മരാജ എന്നറിയപ്പെടുന്നു. അമ്മാവനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1757 മരിച്ചപ്പോൾ തൻ്റെ 34-ാം വയസ്സിലാണ് അദ്ദേഹം അധികാരമേറ്റെടുത്തത്. നീണ്ട 40 വർഷങ്ങൾ ഭരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കിഴവൻ രാജാവ് എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് അനിഴം തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരുന്നത്. ധർമ്മരാജാവ് ഭരിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തെ തിരുവിതാംകൂറിന് ധർമ്മരാജ്യം എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. ഒന്നാം, നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചു. പിന്നെ രാജ്യത്തെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറ് മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളാക്കി. അതിനെ ഒരു കാര്യസ്ഥനെ ഏൽപ്പിച്ചു. ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് സർവാധികാരിക്കാരൻ. ചിന്നപ്പണം, അനന്തരായപ്പണം, ചിന്നപ്പണം, അനന്തവരാഹൻ തുടങ്ങിയ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ചക്രം എന്ന വെള്ളി നാണയങ്ങളും നിർമ്മിച്ച് പുറത്തിറക്കിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം അദ്ദേഹം പണികഴിപ്പിച്ചിരുന്നു. കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തുടങ്ങിയ നിർമ്മിതി ധർമ്മരാജാവിൻ്റെ കാലത്താണ് അല്ലെങ്കിൽ രാമവർമ്മയുടെ കാലത്താണ് പൂർത്തിയായത്. നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. നമ്മുടെ പഴക്കളം സിനിമയിൽ പറയുന്ന നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളും നിർമ്മിതികളും. അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ 2 ഉപദേശകരുണ്ടായിരുന്നു. ഒന്ന് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളിയും രാജാ കേശവദാസനും. 2 പേരും അദ്ദേഹത്തിൻ്റെ ദിവാന്മാരാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസാണ്. അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികൾ, ഉടമ്പടികൾ. ആദ്യത്തേത് 1762 ഒരു ശുചീന്ദ്രം ഉടമ്പടി ഉണ്ടാക്കി. അത് കൊച്ചിയിലെ രാജാവുമായിട്ടാണ് ഉണ്ടാക്കിയത്. കേരളവർമ്മ രാജാവുമായിട്ടാണ് അദ്ദേഹം 1762 ശുചീന്ദ്രം ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തത് 1792 ശ്രീരംഗപട്ടണം സന്ധി. പിന്നെ 1795 ബ്രിട്ടീഷുകാരുമായി ഒപ്പുവെച്ച ഉടമ്പടി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ധികൾ. പിന്നെ മൈസൂർ സൈന്യം കേരളത്തെ ആക്രമിച്ചത് കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ്. ആ ഒരു സമയത്ത് ഉത്തര കേരളത്തിൽ നിന്നും പലായനം ചെയ്ത ആളുകൾക്ക്, ഉത്തര കേരളത്തിൽ നിന്ന് അഭയം തേടി വന്നവർക്ക് അഭയം കൊടുത്തതുകൊണ്ടാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കാർത്തിക തിരുനാൾ ധർമ്മരാജ എന്ന് വിളിക്കുന്നത്.
നെടുങ്കോട്ട ധർമ്മരാജാവിൻ്റെ കാലത്ത് പണികഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ്. ഇത് ആക്ച്വലി ഉത്തര കേരളത്തിൽ നിന്നുള്ള ആക്രമണം തടയാനാണ്, മൈസൂർ പടയുടെ ആക്രമണം തടയാനാണ് കോട്ട പണികഴിപ്പിച്ചത്. രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ 2 ദിവാൻമാരായിരുന്നു. അവർ രണ്ടുപേരും ധർമ്മരാജാവിൻ്റെ ഉപദേശകരുമായിരുന്നു. രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. തിരുവിതാംകൂറിലെ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ്, രാജ കേശവദാസാണ്. അദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന് അറിയപ്പെട്ടിരുന്നു. ആലപ്പുഴ തുറമുഖം, ആലപ്പുഴ പട്ടണം, ചാല, കമ്പോളം ഇവയൊക്കെ പണികഴിപ്പിച്ചത് രാജ കേശവദാസാണ്. രാജ കേശവദാസിൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് പണികഴിപ്പിച്ച പട്ടണമാണ് കേശവദാസപുരം. ഇനി അടുത്തത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അദ്ദേഹമാണ് വർക്കല നഗരത്തെ സ്ഥാപിച്ചത്. പിന്നെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ വിഭജിച്ചു അത് സർവാധികാരിയൻ എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കി. ഇതാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയെ പറയുമ്പോൾ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഓർത്തു വയ്ക്കണം, ബാലരാമ ഭാരതം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ബാലരാമ ഭാരതം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന 2 കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും.